ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് n മാസസ് കപ്പിൾഡ് ബൈ സ്പ്രിങ്സ്, അങ്ങനത്തെ ഒരു സിസ്റ്റം. അതായത് രണ്ട് റിജിഡ് സപ്പോർട്ട്സിനിടയ്ക്ക് n മാസസ് ഇങ്ങനെ ഈ സിസ്റ്റം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അവസാനം എന്ത് ചെയ്ത് അവിടെ റിജിഡ് സപ്പോർട്ട് ഇങ്ങോട്ടുണ്ട്. അങ്ങനെ ദിസ് ഈസ് n ഈക്വൽ ടു 1, ദിസ് ഈസ് n ഈക്വൽ ടു 2, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് nth പാർട്ടിക്കിൾ, ദിസ് ഈസ് n മൈനസ് 1th പാർട്ടിക്കിൾ. ഇവിടെ ഒരു മാസം ഉണ്ടെങ്കിൽ എന്താണ് n പ്ലസ് 1th പാർട്ടിക്കിൾ. ഓരോ equilibrium distance between each masses is a and mass this each have mass m. Total number of masses equal to m. Total number of spring equal to n plus 1. Total number of masses m അല്ല n, capital N. ടോട്ടൽ നമ്പർ ഓഫ് സ്പ്രിങ് n പ്ലസ് 1 ആയിരിക്കും. അതായത് ഇവിടെ 2 സ്പ്രിങ് ഒരു മാസത്തിന്, 3 സ്പ്രിങ് ആണെങ്കിൽ 2 മാസമായിരിക്കും, 4 സ്പ്രിങ് ആണെങ്കിൽ 3 മാസം. അപ്പോൾ n മാസമാണെങ്കിൽ n പ്ലസ് 1 സ്പ്രിങ് ഉണ്ടാവും. നൗ let the displacement of each particle is given by psi. Consider n displacement of, now consider displacement of nth particle. It is represented by psi n. അതായത് ഇപ്പോൾ ഈ nth മാസിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണ്. ഇതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ബൈ psi n. അതുപോലെ ഈ മാസിൻ്റെ ഓരോന്നിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് psi കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് psi n പ്ലസ് 1, ദിസ് ഈസ് psi n മൈനസ് 1. അങ്ങനെ ഓരോന്നുണ്ടാവും. ഇത് psi 1, psi 2, അങ്ങനെ പോവാണ്. Now we can write equation of motion for nth mass. മാസിനുള്ള, അതായത് ഈ മാസിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതുകയാണ്. ദിസ് മാസ് ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് psi n. ദിസ് ഈസ് ഡിസ്പ്ലേസ്ഡ് ടു psi n പ്ലസ് 1. ദിസ് ഈസ് psi n മൈനസ് 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാസിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പറ്റും. എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ? F ഈസ് ഈക്വൽ ടു ഈ മാസിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സ്, റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ nth മാസ്. എഴുതുമ്പോൾ എന്തായിരിക്കും കിട്ടുക? റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ nth മാസ്, that is minus k. Each spring have as a spring constant k. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് കെ. ഈ സ്പ്രിങ്ങിനെ കൺസിഡർ ചെയ്യണം. nth മാസമായിട്ട് അസോസിയേറ്റഡ് ആയ സ്പ്രിങ്സ് ഈ സ്പ്രിങ് ഉണ്ട്, അതുപോലെ ഈ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ നെറ്റ് കംപ്രഷൻ മൈനസ് കെ ഇൻറ്റു psi n മൈനസ് psi n പ്ലസ് 1. മൈനസ് കെ രണ്ടാമത്തെ ഇപ്പുറമുള്ള സ്പ്രിങ്, അതിൻ്റെ എങ്ങനെ എഴുതാം? psi n മൈനസ് psi n മൈനസ് 1. അത് റീഅറേഞ്ച് ചെയ്താൽ മൈനസ് കെ psi n പ്ലസ് കെ psi n പ്ലസ് 1 ഈക്വൽ ടു മൈനസ് കെ psi ഈക്വൽ അല്ല മൈനസ് കെ psi n പ്ലസ് കെ psi n മൈനസ് 1. ഇത് രണ്ടും ഈക്വലാണ്, ഈ ടേം. അപ്പോൾ മൈനസ് 2k psi n
പ്ലസ് കെ ഇൻറ്റു സൈ എൻ പ്ലസ് 1 പ്ലസ് സൈ എൻ മൈനസ് 1. എഫ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഡി സ്ക്വയർ സൈ എൻ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. കാരണം നമ്മൾ nth മാസിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനാണ് എഴുതുന്നത്. അപ്പോൾ nth മാസിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് സൈ എൻ ആണ്. ഇപ്പോൾ സൈ എൻ ബൈ ഡി സ്ക്വയർ സൈ എൻ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ എങ്ങനെ എഴുതാൻ പറ്റും? എമ്മിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഡി സ്ക്വയർ സൈ എൻ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2k ബൈ എം. ദിസ് കെ ഈസ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. psi n plus k into psi n plus 1 plus psi n minus 1. Now if we give a disturbance to this system is assumed to be oscillate in simple harmonically. Then we can assume the solution psi n equal to a sin omega t minus kx plus phi. ഇങ്ങനെ നമുക്ക് സൊല്യൂഷൻ അസ്യൂം ചെയ്യാം. മുമ്പ് എൻ പെൻഡുലം കപ്പിൾഡ് ചെയ്ത് അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യാം, അതേപോലെ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സൈ എൻ പ്ലസ് എന്ത് ചെയ്താം, ഫോർ nth മാസ് എക്സ് ഈസ് ഈക്വൽ ടു എൻ അല്ലേ nth മാസിന്. എക്സ് ഈക്വൽ ടു 0 ആണ് ഇവിടെ. അത് എക്സ് ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു ഇങ്ങനെ പോയി ഈ nth മാസമാകുമ്പോൾ എക്സ് ഈക്വൽ ടു എൻ അത് കൊടുത്താൽ കിട്ടും. എക്സ് ഈക്വൽ ടു എൻ കൊടുത്താൽ സൈ എൻ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എൻ എ പ്ലസ് ഫൈവ്. ഇനി n+1 കിട്ടണമെങ്കിലോ ഇവിടെ n+1 നിർത്താൽ മതി. എ സൈൻ ഒമേഗ ടി മൈനസ് കെ n+1 പ്ലസ് ഫൈവ്. n-1 കിട്ടണമെങ്കിലോ ഈ n-1 ഈസ് ഈക്വൽ ടു എ, എന്നിൻ്റെ സ്ഥാനത്ത് n-1 കൊടുക്കുക. എ സൈൻ ഒമേഗ ടി മൈനസ് കെ n-1 എ പ്ലസ് കെ n-1 എ, ഇവിടെ എ ഉണ്ട്, എ പ്ലസ് ഫൈവ്. എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ നമുക്ക് 1 വിളിക്കാം. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ സൈ n+1, ഈ സൈ എൻ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സൈ n+1 പ്ലസ് സൈ n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സൈ n+1 പ്ലസ് സൈ n-1 ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ ഒമേഗ ടി മൈനസ് കെ n+1 എ പ്ലസ് ഫൈവ് പ്ലസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ n-1 എ പ്ലസ് ഫൈവ്. ഇതിൽ എ കോമൺ ആയിട്ട് എടുക്കുക, കാരണം ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. എ സൈൻ ഒമേഗ ടി മൈനസ് കെ n+1 എ പ്ലസ് ഫൈവ് പ്ലസ് സൈൻ ഒമേഗ ടി മൈനസ് കെ n-1 എ പ്ലസ് ഫൈവ്. അങ്ങനെയാണെങ്കിൽ this is in the form of sin a plus sin b. Sin a plus sin b is equal to sin 2 sin a plus b by 2 cos a minus b by 2. a minus b by 2. a is equal to omega t minus kx. ഇങ്ങനെ ഇത് ആഡ് ചെയ്താലും കിട്ടും psi n+1 plus psi n-1 equal to a sin ഒമേഗ ടി. ഇവിടെ ഇപ്പോൾ ആദ്യം ആഡ് ചെയ്യുന്ന സമയത്ത് ഒമേഗ ടി 2 ഉണ്ടാവും. 5 പ്ലസ് 5 2 കെ n+1 പ്ലസ് കെ n-1 എന്ന് ചെയ്താൽ 2k n കിട്ടും.
അപ്പോൾ എല്ലാത്തിനും 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെ കിട്ടും? ഒമേഗ ടി മൈനസ് കെ എൻ എ പ്ലസ് 5 കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് ചെയ്താൽ ഈ ഒമേഗ ടി എ ഈക്വൽ ടു ഇതല്ലേ, എ ഈക്വൽ ടു ഇതാണ്, ബി സി ഈക്വൽ ടു ഇതാണ്. ഇതിൽ നിന്ന് കുറച്ചാൽ ഈ ഒമേഗ ടി ക്യാൻസൽ ചെയ്യും, 5 ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഈ ടേം മാത്രം, ഈ ടേമിൽ ഏതൊക്കെ കുറഞ്ഞു പോകും? കെ എൻ എ ഉണ്ട് ഇവിടെ, ഈ കെ എൻ എ പോവും. പിന്നെ എന്താവും? കോസ് കെ എന്ന വരിക, കോസ് കെ എ കോസ് 2 ബൈ 2 എന്നായിരിക്കും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് കെ എന്ന് കിട്ടും. ഇവിടെ 2 ഇല്ലേ, 2 സൈനാണ്, അപ്പോൾ 2 ഉണ്ടാവും ഇവിടെ 2. ഇതിന് നമുക്ക് എന്താ ചെയ്യുക? 2 എ സൈൻ ഒമേഗ ടി മൈനസ് കെ എൻ എ പ്ലസ് 5 ഈസ് നത്തിങ് ബട്ട് സൈ എൻ. ഇതാണ് ഇത് തന്നെയാണ്, സൈ എൻ ആണ്. സൈ എൻ എന്ന് കൊടുക്കുക അതിന്. അപ്പോൾ ഇക്വേഷൻ വിൽ ബി വെരി സിമ്പിൾ. 2 സൈ എൻ കോസ് കെ എൻ psi n plus 1 plus psi n minus 1 implies as equation 1 ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 കൊടുത്താൽ വളരെ സിമ്പിളായി മാറി. ഇത് ഇക്വേഷൻ 1 d square psi n by dt square is equal to 2k by m psi n. എന്തായി? d square psi n by dt square is equal to 2k minus 2k by m psi n plus k by m. psi n plus 1 plus psi n minus 1 അല്ലേ, അത് നമുക്ക് അതിന് പകരം ഇത് കൊടുക്കാം, 2 psi n cos k എന്ന് കൊടുക്കാം. കൊടുക്കുമ്പോൾ എന്താവും? കൊടുക്കുമ്പോൾ മൈനസ് 2k ബൈ എം പ്ലസ് കെ ബൈ എം കോസ് കെ എ. ഇത് കോസ് കെ ആണ്. ഇത് ഇതുണ്ടല്ലോ, വേവ് വെക്റ്റർ കെ ആണ്. ഇത് ഈ കോസിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണെങ്കിൽ സ്പ്രിങ് കോൺസ്റ്റൻ്റാണ്, വലിയ കെ. ഈ പുറത്തുള്ളത് ഇവിടെ ഈ 2 ഉണ്ടല്ലോ, ഇതിനുള്ളിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുക. പുറത്ത് ഈ സൈ എൻ ഇവിടെ കോമൺ ആയിട്ട് എടുത്താൽ ഇങ്ങനെ കിട്ടുക, ഡി സ്ക്വയർ സൈ എൻ ബൈ ഡി ടി സ്ക്വയർ. ഇവിടെ മൈനസ് കോമൺ ആക്കി എടുക്കുക, മൈനസ് 2k ബൈ എം പ്ലസ് 2k ബൈ എം കോസ് കെ സൈ എൻ. ദിസ് ഈസ് കമ്പയറബിൾ വിത്ത് ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നതിന്. ഇവിടെ മൈനസ് കോമൺ ആക്കി എടുക്കുമ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് ആവും. ഈ ടേം നെഗറ്റീവ് ആവും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നും കൂടി മോഡിൽ മൈനസ് 2k ബൈ പുറത്തെടുക്കാം, 1 മൈനസ് കോസ് കെ എന്ന് കിട്ടും സൈ എൻ. 1 മൈനസ് കോസ് കെ എ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ബൈ 2. അപ്പോൾ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് കോസ് കെ എ ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ കെ എ ബൈ 2. അതവിടെ കൊടുക്കാം. എടുക്കുമ്പോൾ ഡി സ്ക്വയർ സൈ എൻ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2k ബൈ എം into 2 sin square ka small k by 2 is equal to 4k minus 4k by m sin square ka by 2. This is equal to d square psi n by dt square. This is comparable with differential equation of harmonic oscillator. This is comparable with
ഒരു കാര്യം വിട്ടല്ലോ. ഇവിടെ എന്തുണ്ട്? സയ്യൻ എന്നില്ലേ? സയ്യൻ. ഈ സയ്യനെ ഇവിടെ വിട്ടുപോയി. ഈ സയ്യനെ ഇവിടെ ഇല്ല. സയ്യൻ ഇവിടെ ഈ സയ്യൻ ഉണ്ട്. ദിസ് ഈസ് കമ്പയറബിൾ വിത്ത് ഇക്വേഷൻ ഓഫ് ദിസ് ഈസ് കമ്പയറബിൾ വിത്ത് equation of SHM which is given by d square x by dt square is equal to minus omega square x. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ ആണ്. ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4k/m സൈൻ സ്ക്വയർ ka/2. ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4k/m സൈൻ ka/2. എന്ത് ചെയ്താം? ഒമേഗ 2√k/m സൈൻ ka/2. ഇതാണ് ഇത് ഒമേഗ. ഒമേഗ ആസ് എ ഫങ്ഷൻ ഓഫ് ദിസ് ഈസ് ഡിസ്പേർഷൻ റിലേഷൻ. ഇതിന് നമുക്ക് ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയാം. കാരണം എന്താ? ഒമേഗയും കെയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ എന്ത് പറയാം? ഏത് കെ? ഈ വേവ് വെക്റ്റർ കെ, വേവ് നമ്പർ കെ. ഈ കെ കോസിൻ്റെ സൈനിൻ്റെ ഉള്ളിലുള്ള കെ ആണ് വേവ് നമ്പർ. അതും ഒമേഗയും തമ്മിലുള്ള റിലേഷനാണ് ഡിസ്പേർഷൻ റിലേഷൻ. ഡിസ്പേർഷൻ റിലേഷൻ ഓഫ് ദ വേവ് ഇൻ n masses coupled by spring system. ഇത് നമുക്ക് വേവ് ഫേസ് വെലോസിറ്റി എന്താണ്? ഇതാ ഫേസ് വെലോസിറ്റി vp ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഒമേഗ ബൈ സ്മോൾ കെ. ഈ സൈനിൻ്റെ ഉള്ളിലുള്ള അത് വേവിൻ്റെ കെ ആണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ 2/k. ഒമേഗൻ്റെ സ്ഥാനത്ത് അത് കൊടുക്കുക. റൂട്ട് ഓഫ് ഇത് വലിയ k/m സൈൻ ka/2. അത് കൊടുത്താൽ എന്താവും? ഫേസ് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ കിട്ടി. 2/k റൂട്ട് k/m സൈൻ ka/2. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ഫേസ് വെലോസിറ്റി. Actually this is non-dispersive. This is dispersive wave. കാരണം phase velocity is a function of k, hence this is called phase velocity is not a constant but it is a function of k, hence this wave is called dispersive wave. But if the masses are too closed, അതായത് വളരെ അടുത്താണ് നമ്മുടെ സ്പ്രിംഗ് സിസ്റ്റം. ഇപ്പോൾ റിജിഡ് സപ്പോർട്ട് ഇവിടെ മാസ് ഇവിടെ, ഒന്നാമത്തെ മാസ് ഇവിടെ, അടുത്ത മാസ് ഇവിടെ, അടുത്ത മാസ് ഇവിടെ, അടുത്ത മാസ് ഇവിടെ, അടുത്ത മാസ് ഇവിടെ, ഇങ്ങനെ പോകും. ഇത് ഈ സ്പ്രിങ് ഇവിടെയാണ്. ഇങ്ങനെ സ്പ്രിങ് ഇങ്ങനെ നമ്മുടെ മാസ് സിസ്റ്റം എങ്കിൽ നമുക്ക് പറയാം ഈ മാസുകൾ തമ്മിലുള്ള അകലാണ് a tends to 0 എന്ന് പറയാം. a tends to 0. a 0യിലേക്ക് ടെൻഡ് ചെയ്താൽ ലിമിറ്റ് a tends to 0 sin ka/2 ഈസ് ഈക്വൽ ടു സൈൻ ലിമിറ്റ് x tends to 0 sin x ഈസ് ഈക്വൽ ടു എന്താണ്? x ആണ്. അപ്പോൾ അതേ റിലേഷൻ ഇവിടെ കൊടുക്കാം. സൈൻ a tends to 0 എന്നാണ് ഈ ഉള്ളിലുള്ള 0യിലേക്ക് ടെൻഡ് ചെയ്യുമെങ്കിൽ സൈൻ ka/2 ഈക്വൽ ടു ka/2. അങ്ങനെയാണെങ്കിൽ ഫേസ് വെലോസിറ്റി എന്താവും? ഫേസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2/k റൂട്ട് ഓഫ് k/m സൈൻ സൈൻ ka/2 എന്നുള്ള ടേം ka/2. ഇതൊന്നും കൂടി വെട്ടാം.
ഇതാണ് ലിമിറ്റ് എ ടെൻസ് ടു 0 വി പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എ. ദാറ്റ് ഈസ് ദിസ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് വേവ് നമ്പർ. വേവ് നമ്പറിൻ്റെ ഫങ്ഷൻ അല്ല. ഹെൻസ് ദിസ് വേവ് ഈസ് നോൺ ഡിസ്പേഴ്സീവ്. ദിസ് ഈസ് കോൺസ്റ്റൻറ്റ്. വി പി ഈസ് എ കോൺസ്റ്റൻറ്റ്. വി പി ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ അപ്രോച്ചസ് 0. സ്പ്രിങ് വളരെ ക്ലോസർ, ഓരോ മാസസും വളരെ ക്ലോസർ ആണെങ്കിൽ ഫേസ് വെലോസിറ്റി ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ലെങ്ത് വേവ് നമ്പർ. മീൻസ് വി പി ഈസ് എ കോൺസ്റ്റൻറ്റ്. വേവ് ഈസ് നോൺ ഡിസ്പേഴ്സീവ്. അപ്പോൾ നമുക്ക് വി പി എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? റൂട്ട് ഓഫ് കെ ബൈ എം ഇൻറ്റു എ. ദിസ് കെ ഈസ് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ് ഈ കെ. നൗ ഈ കെനെ ആ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ എന്താവും? റൂട്ട് ഓഫ് കെ എ സ്ക്വയർ ബൈ എം. ഒരു എനെ അടിയിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്തായി മാറും? കെ എ ബൈ റൂട്ട് ഓഫ് എം ബൈ എ. ഇത് മേലേക്ക് പോകുമ്പോൾ കെ സ്ക്വയർ തന്നെ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? കെ ബൈ എം ബൈ എനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വളരെ ക്ലോസ്ഡ് ആണ് നോക്കുക ഈ സ്പ്രിങ് സിസ്റ്റം. അപ്പം ഇങ്ങനെ മാസ് വളരെ അടുത്താണ്. മാസ് വളരെ അടുത്താണെങ്കിൽ എം ബൈ എനെ നമുക്ക് എന്ത് പറയാം? എം ബൈ എ ഈസ് കോൾഡ് ലീനിയർ മാസ് ഡെൻസിറ്റി. If masses are too closer, മാസസ് വളരെ ക്ലോസർ ആണെങ്കിൽ നമുക്ക് എം ബൈ എനെ നമുക്ക് ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയാം. ദാറ്റ് ഈസ് കോൾഡ് റോയൽ എന്ന് വിളിക്കാം, ലീനിയർ മാസ് ഡെൻസിറ്റി. അങ്ങനെയാണ് ഈ വി പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എ ബൈ റോയൽ. നമ്മൾ എൻ്റയർ സ്പ്രിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഒരു സ്പ്രിങ് പോലെ പിന്നെ കരുതാൻ പറ്റും. ഇതൊരു കണ്ടിന്യൂസ് ലിമിറ്റിലേക്ക് എത്തി എ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ എൻ്റയർ ദിസ് ടോട്ടൽ സിസ്റ്റം ഈസ് അസ്യൂംഡ് ടു ബി എ സ്ട്രിങ്. ടോട്ടൽ സിസ്റ്റം ഈസ് അസ്യൂംഡ് ടു എ സ്ട്രിങ്, എ സ്പ്രിങ് having spring constant, having spring constant KL and length L. Then we can write KA is equal to KL into L. ഇത് കണ്ടിന്യൂസ് ലിമിറ്റ് ആകുമ്പോൾ അങ്ങനെ പറ്റുമല്ലോ. ഇതൊരു ചെറിയ ഭാഗം ഇൻറ്റു അതിൻ്റെ ലെങ്ത്ത്, ഈ സ്പ്രിങ്ങിൻ്റെ ചെറിയ ഭാഗം ഇൻറ്റു ലെങ്ത്ത് ഈക്വൽ ടു വലിയ ഭാഗം ഇൻറ്റു എൻ്റയർ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ വി പി എങ്ങനെ എഴുതാം? വി പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എ എൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം? കെ എൽ ഇൻറ്റു എൽ ബൈ റോയൽ. This is phase velocity of entire spring. entire spring ഇനിയിപ്പോൾ മാസ് ഉണ്ട് ഇല്ല എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. entire spring ആണ് ഇപ്പോൾ എന്താ ഒരു കണ്ടിന്യൂസ് മാസ് പോലെയാണ്. So this is the phase velocity of waves in a longitudinal spring. This is phase velocity of waves in a continuous spring. Okay, thank you.